ഹലോ, വെൽക്കം ടു സ്വിസ് യാത്രകൾ. നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ വാഗമൺ ട്രിപ്പിൻ്റെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ ഇത്. രാവിലെ എണീറ്റ് നമ്മളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പം നമ്മളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ വാഗമണ്ണിൽ നമ്മൾ ചെന്ന സമയത്ത് നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. നമ്മൾ ചൂടത്തുനിന്ന് അവിടെ പോയിട്ട് നല്ല ക്ലൈമറ്റ് ആയിരുന്നേ, നല്ല തണുപ്പ്, ഒരുപാട് തണുപ്പല്ല, നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് കേട്ടോ പിന്നെ മറ്റേ ഭയങ്കര വെള്ളപ്പൊക്കമൊക്കെ വന്നില്ലേ. ഞങ്ങൾ ചെന്ന് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴായിരുന്നു അതൊക്കെ ഉണ്ടായത്. അങ്ങനെ നമ്മളിതേ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇറങ്ങാൻ പോവുകയാണ് കേട്ടോ. വാഗമൺ നമ്മൾ ഡയറക്റ്റ് ഇങ്ങോട്ടാണ് വന്നത്. ഇനിയിപ്പോൾ കുറച്ച് വാഗമൺ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് പോവാമെന്ന് വിചാരിച്ചിട്ട് നമ്മളിനിയിപ്പോൾ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ അമ്മ ഇസയും ദേ ഡ്രസ്സൊക്കെ മാറി വന്നിട്ട് ഇരുന്ന് ടി വി കാണുകയാണ് കേട്ടോ ഇവിടെ. അതെ, സ്വിസ് യാത്രകൾ വരാനുള്ള വീഡിയോ ആണ്. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ സ്റ്റേ? അങ്ങനെ നമ്മളവിടുത്തെ മെഡോസ് ഉണ്ടല്ലോ, അത് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ രാവിലെ നല്ല തണുപ്പും നല്ല ക്ലൈമറ്റൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്കും ഭയങ്കര വെയിലായിരുന്നേ. വെയിലെന്ന് വെച്ചാൽ നല്ല അടിപൊളി വെയിൽ, നമ്മളെല്ലാവരും കരിഞ്ഞു പോണ വെയിലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിത് ഓരോ കുന്നിൽ നിന്നും അടുത്ത കുന്നിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ എന്തോ കൺസ്ട്രക്ഷൻസൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പുല്ലാണെങ്കിലും കണ്ടോ, നിലത്ത് നോക്കുമ്പോൾ തന്നെ അറിയാം അധികം സ്ഥലത്തൊന്നും അങ്ങനെ അധികം പുല്ലൊന്നും ഇല്ല കേട്ടോ. കുറേ മണ്ണ് പോലെയൊക്കെ കിടപ്പുണ്ട്. അടുത്ത് പൈങ്കാട്ടി പോയി നോക്കാം. അല്ല അങ്ങനെയല്ല, ഈ പട്ടക്ക് അട്ടക്ക് രണ്ടായി പോ. അങ്ങനെയാ അതെ പറഞ്ഞേക്കും അഹങ്കാരം അട്ടോട. പിന്നെ നമ്മളവിടെ ചെന്നെത്തിയപ്പോൾ തന്നെ ഇസയ്ക്ക് പട്ടം പറപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പട്ടമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇസ അതേ ഇവിടെ പട്ടം പറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം ആള് പറപ്പിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ, അതേ കണ്ടോ. അപ്പോൾ പറപ്പിച്ചുകൊണ്ടിരിപ്പുണ്ട് ആള്. അങ്ങനെ ഇന്നത്തേക്ക് അത്യാവശ്യമുള്ള വെയിലൊക്കെ കൊണ്ടിട്ടുണ്ട്. ഇന്നത്തേക്കുള്ള വൈറ്റമിൻ ഡി കിട്ടിയതുകൊണ്ട് ഞങ്ങൾ പിന്നെ വിചാരിച്ച് തിരിച്ച് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇനി അടുത്ത സ്ഥലം നമ്മൾ ഡിസ്കഷനിലാണ് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യത്തെ നമ്മുടെ ഇപ്പോഴത്തെ ഏരിയ സാൻഡ്രയാണ്. അപ്പോൾ എല്ലാവരും സാൻഡ്രേനെയാണ് കളിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ബ്ലൂ ഡ്രസ്സ് ഇട്ടിട്ടുള്ളതാണ് സാൻഡ്ര കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു കസിൻ ഗ്യാങ്ങിലെ ഏക ബാച്ചിലർ ഇപ്പോൾ അവൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കി എല്ലാവരും കപ്പിൾസായി കഴിഞ്ഞു, എല്ലാവരുടെയും കല്യാണമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി ഉള്ളത് സാൻഡ്രയായിരുന്നു. അപ്പോൾ സാൻഡ്രയാണ് ഇപ്പോൾ എല്ലാവരുടെയും മേര. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ പിന്നെ നേരെ പൈൻ ഫോറസ്റ്റിലോട്ട് പോയിട്ടുണ്ട് കേട്ടോ. തമാശ പറയാൻ സമ്മതിക്കൂല. പലരുടെ മുഖം ചോര കാണുമ്പോൾ മാറും. വേണോ ചീർച്ചോറകളാണോ? അവിടെ അടിയിലോട്ട് ഇറങ്ങിയാൽ മതി. ഞാൻ കൈവശം വന്നില്ലേ, അപ്പൊ അവിടെ ഇലക്ക എന്നും പറഞ്ഞ് ഇല കുറയ്ക്കാൻ പോയി. ആ ഫുള്ള് കയറിയ അങ്ങോട്ട് അവിടെ ഇടയില് ഇലക്കുണ്ട്. സാൻഡ്ര നിങ്ങൾ നല്ല നൈസ് ഫോട്ടോ എടുത്തരാം. സാൻഡ്ര നൈസായിട്ടാണ് നിൽക്കണം. അവളൊരു മോഡലാണ്, അവൾക്ക് എല്ലാം അറിയാം.
കറക്റ്റ് ആയിട്ട് അറിയോ കണ്ണിറുക്കി കാണിക്കണേ അത് പറ നിക്കണുണ്ടോ ശരി പറഞ്ഞിട്ട് ഇവിടെ ഫോട്ടോ സെഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓരോരോ ഫോട്ടോസ് എടുക്കുന്നു, നോക്കുന്നു, വീണ്ടും ഫോട്ടോസ് എടുക്കുന്നു, നോക്കുന്നു, അങ്ങനത്തെ പരിപാടികളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഷീച്ചേട്ടൻ്റെ അപ്പൻ്റെ അനിയനാണ് കേട്ടോ. അപ്പോൾ അപ്പൻ്റെ അനിയനും ഫാമിലിയാണ് കേട്ടോ നമ്മൾ ഉള്ളത്. അപ്പോൾ അമ്മയും ആൻറ്റിയും വന്നില്ല കേട്ടോ. വാവേനെയും കൊണ്ട് അവർ വണ്ടിയിൽ തന്നെ ഇരുന്നു. ഞങ്ങൾ പിന്നെ ദേ പൈൻ ഫോറസ്റ്റിലോട്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ കുറേ നേരം അവിടെ നിന്നു, കുറേ വളുപ്പൊക്കെ പറഞ്ഞു, കുറേ ചിരിച്ചു, കുറേ ഫോട്ടോസ് എടുത്തു. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിനി തിരിച്ച് ഇറങ്ങുവാണ് കേട്ടോ. അപ്പോൾ തിരിച്ച് ഇറങ്ങുന്ന വഴിയും കുറേ ഫോട്ടോസൊക്കെ പല പല പോസിൽ നമ്മൾ എടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മുടെ നാച്ചുറൽ ആക്ടിംഗ് ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പം നാച്ചുറലായിട്ട് ആക്ട് ചെയ്തിട്ട് നമ്മളിത് ഇറങ്ങി വരികയാണ് കേട്ടോ. ഇത് വീഡിയോയ്ക്ക് വേണ്ടി മാത്രമുള്ള നടത്തമാണിത്. ഫോട്ടോ നടന്നു വന്നത് എന്നതാ പിടിച്ചോ അപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്ന അനിമൽസിൻ്റെ ഫുട് പ്രിൻറ്റ്സൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞതേ നമ്മളിങ്ങനെ നടക്കുമ്പോൾ ചെക്ക് ചെയ്തപ്പോൾ നമ്മുടെ ആനന്ദിൻ്റെ പാൻറ്റിൽ നിന്നും ഒരു അട്ടേനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആനന്ദാണ് എല്ലാവരെയും അട്ടയിൽ നിന്ന് രക്ഷിക്കാൻ വന്ന ആളെ. ആനക്കാട് കാണിച്ചു കാണിച്ചു അതെ ഈ ആൾക്കാർ ചിരിക്കണ സ്വന്തം കാലം നോക്കിക്കോട്ടെ. എവിടെ വേണ്ടാ അല്ല വീഡിയോ എടുക്കാൻ വേണ്ടി എടുത്ത് ഓടിയാ. അത് പറയണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞ കാലം കയറിയാലത് അതാ ഇപ്പൊ പറഞ്ഞോടല്ലേ കയറിയത്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നേരെ പിന്നെ പോയത് ഭരണങ്ങാനം അൽഫോൻസാമ്മയുടെ പള്ളിയിലോട്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ പോയി പ്രാർത്ഥിച്ചു. അൽഫോൻസാമ്മയുടെ ഖബറിടത്തിൻ്റെ അവിടെ പോയി പ്രാർത്ഥിച്ചു, മെഴുകുതിരി കത്തിച്ചു. അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ആത്മീയതയും കൂടെ ഉണ്ടായി ഈ ട്രിപ്പിൻ്റെ കൂട്ടത്തിൽ. Here we go, take your Zulu back as I do, you know the Velayuga Haro Hara. Hey, 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 hey. ഭയങ്കര വൈബായിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു കേട്ടോ. എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല, അത്രയും എല്ലാവരും എൻജോയ് ചെയ്തു. ലാസ്റ്റ് ആയപ്പോഴത്തേക്കും വാവയ്ക്ക് പനി പിടിച്ചു കേട്ടോ. അപ്പോൾ വാവ പനി ആയതുകൊണ്ട് കുറച്ചൊരു ഉഷാർ കുറവുണ്ട്. എങ്കിലും നമ്മൾ ഭയങ്കരമായിട്ട് വൈബ് അടിക്കണ്ടേ.
ഇപ്രാവശ്യത്തെ വെക്കേഷന് നമ്മൾ നാട്ടിലോട്ട് പോകുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം സ്കൂൾ എല്ലാവർക്കും ഉണ്ട്, ഓഫീസുണ്ട്, എല്ലാവരും വർക്കിങ്ങിലായിരിക്കും. അതുകൊണ്ട് തന്നെ എന്താവും എന്നുള്ള നമുക്ക് ഒരു പ്ലാനും ഉണ്ടായില്ല. പക്ഷേ നമ്മൾ ഇത്രയും നാൾ ചെന്നതിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ഒരു വെക്കേഷനായിരുന്നു കേട്ടോ നമുക്ക് ഇപ്രാവശ്യം ഉണ്ടായത്. അങ്ങനെ നമ്മുടെ അന്താക്ഷരി കളിയും ഇവിടെ കഴിഞ്ഞു. അപ്പോൾ ദാസങ്ങളുടെയൊക്കെ വീട്ടിലിറങ്ങി. അടുത്തത് ഇതേ നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. അങ്ങനെ ട്രിപ്പ് കഴിഞ്ഞിരിക്കുന്നു. ഭയങ്കര അടിപൊളി ട്രിപ്പ് ആയിരുന്നു കേട്ടോ. കുറേ പ്രാവശ്യം ഞാൻ പറഞ്ഞു. അപ്പോൾ ട്രിപ്പ് തീർന്നപ്പോൾ ഒരു സങ്കടം. അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ ബൈ.